ഒരു വ്യക്തിയുടെ നല്ലൊരു വാക്കുകൊണ്ട് മറ്റൊരാളുടെ ജീവിതം തിരിച്ചു പിടിക്കാനായാലോ? ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ സാധാരണയായിട്ട് ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ആ ആളുടെ നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും. നല്ല മനുഷ്യനായിരുന്നു, നാട്ടുകാർക്ക് ഉപകാരിയായിരുന്നു, വീട്ടിൽ നല്ല പെരുമാറ്റമായിരുന്നു, ഇതെല്ലാം നമ്മൾ പറയും. മരിച്ചു കഴിയുമ്പോഴാണ് ഈ വ്യക്തിയുടെ നന്മകളെക്കുറിച്ച് എല്ലാവരും പറയുന്നത്. ആലോചിച്ചു നോക്കൂ, പലപ്പോഴും ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ഈ നല്ല കാര്യങ്ങളൊന്ന് പറഞ്ഞാലോ? ചിലപ്പോൾ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിച്ച് വേവലാതിപ്പെട്ട് സ്വന്തം ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഓരോ നല്ല വാക്കുകളും ആ വ്യക്തിക്ക് ജീവിതത്തിനുള്ള ഊർജമായിരിക്കും നൽകുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനിയും ആരുടെയെങ്കിലും മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ആ വ്യക്തിയോട് നേരിട്ട് അയാളുടെ നന്മയെക്കുറിച്ച് പറയാൻ സാധിക്കുമെങ്കിൽ എത്ര നല്ലതായിരിക്കും, ഇല്ലേ? നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം അതാണ്. സയന്റിഫിക് ആയിട്ട് അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയുമോ? പണമില്ലാത്തതല്ല, ജോലിയില്ലാത്തതല്ല, പക്ഷേ മറ്റുള്ളവർ നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പോഴാണ്, എനിക്ക് സ്വന്തമായി വിലയില്ല എന്ന് സ്വയം ഒരു തോന്നലുണ്ടാവുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അതിനെ തോന്നുക. ആ വ്യക്തിക്ക് അത് താങ്ങാനാവില്ല. ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ മുഖത്ത് നോക്കി ഒരാൾ നിങ്ങളെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? ഇത് തന്നെയല്ലേ പല വീടുകളിലും ബന്ധങ്ങൾ വഷളാകാനുള്ള കാരണം? അതിനൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് സാമ്പത്തികമില്ല, ഞങ്ങൾക്ക് കടമാണ്, പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. സാമ്പത്തിക സ്ഥിതിയും ബന്ധങ്ങളുടെ ദൃഢതയും തമ്മിൽ പരസ്പരം ബന്ധമുണ്ട്. സന്തോഷമുള്ള ഏതെങ്കിലും ഒരു കാര്യം വഴക്കുണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്ക് കയറി വരുമോ? അതുതന്നെയാണ് സമ്പത്ത് വരാത്തതിന്റെയും ബേസ്മെന്റ് എന്ന് പറയുന്നത്. കാരണം പ്രശ്നത്തിൽ തന്നെയാണ് അവര് ഏത് സമയവും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. പ്രശ്നങ്ങളെയാണ് നോക്കി കണ്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പങ്കാളികളാണെങ്കിലും പരസ്പരം കളിയാക്കുമ്പോൾ പല സ്ത്രീകളും ധരിച്ചു വെക്കുന്നത്, എന്നെ കളിയാക്കിയത് വളരെ റിയൽ ആയിട്ടാണ്, ഇത് കളിയാക്കലായിട്ടായിരിക്കില്ല കണക്കാക്കുന്നത്. പെട്ടെന്ന് ഡൗൺ ആയി പോകും. അതുപോലെ തന്നെ പുരുഷന്മാരും, എനിക്ക് വില കിട്ടേണ്ടത് എന്റെ വീട്ടിലാണ് എന്നുള്ള ഒരു ചിന്ത, ഇത് നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങള് ഇതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ നമ്മുടെ ചിന്തകളെ റീപ്രോഗ്രാം ചെയ്യാം. ഇത് വേണം, ഇല്ലെങ്കിൽ തലമുറകളായിരിക്കും അനുഭവിക്കുക. ഒരു മനുഷ്യൻ തകരുന്നത് അവന് കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ തന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന തോന്നലുകൊണ്ടാണ്. എല്ലാവർക്കും അവനവനെ സ്വയം മനസ്സിലാക്കാനും മുന്നോട്ട് കുതിച്ചു കയറി പോകാനും ഒന്നും സാധിക്കില്ല. അതവരുടെ ബാല്യത്തിലെ അനുഭവങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളോടൊപ്പം ഉള്ളവരെ, അത് കുടുംബത്തിൽ ആരും ആയിക്കൊള്ളട്ടെ, അച്ഛനാവാം, അമ്മയാവാം, സഹോദരങ്ങളാവാം, ഭാര്യയാവാം, ഭർത്താവാകാം, മക്കളാവാം, ഇൻലോസ് ആവാം, എല്ലാവരെയും മനസ്സിലാക്കി തന്നെ നമ്മൾ ജീവിക്കേണ്ടിയിരിക്കുന്നു. എന്താ, നമ്മൾ കുറച്ചു കാലത്തേക്ക് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. മത്സരബുദ്ധി കാണിച്ചിട്ട് എന്ത് വിശേഷം? ഒരാൾ ഇല്ലാതെയാകുമ്പോഴേ അതിന്റെ വില അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടല്ല അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അവര് ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതെന്തോ അത് നമ്മൾ ചെയ്തു കൊടുക്കണം. ഫിസിക്കലായിട്ടൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ പോലും
നമുക്ക് അവർക്ക് മനസ്സുകൊണ്ടൊരു സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കണം. ആ മനസ്സുകൊണ്ട് കൊടുക്കുന്ന സപ്പോർട്ടിൽ ഏറ്റവും വലുതാണ് അപ്രീസിയേഷൻ. ആരും തകർന്നു പോവില്ല. ഒരാള് സപ്പോർട്ട് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതാണ് മനുഷ്യന്റെ സ്വഭാവം. ഇത് മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളെയും അപ്രീഷിയേറ്റ് ചെയ്തു പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവും. നമ്മളെ ഇതൊന്നും ഒരു സ്കൂളിലും ആരും പഠിപ്പിച്ചിട്ടില്ല, ഇതൊരു സിലബസിലും ഇല്ല. എന്നാൽ ലെറ്റ്യൂഡിന്റെ സിലബസിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും കുട്ടികളാണെങ്കിലും അച്ഛനമ്മമാരാണെങ്കിലും ആരാണെങ്കിലും, കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തിനു വേണ്ടി ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ടെങ്കിലേ നമുക്ക് ഏറ്റവും വലിയ നിലയിലേക്ക് പോകുവാനുള്ള അവസരങ്ങൾ ഉണ്ടാവത്തുള്ളൂ. ഇല്ലെങ്കിൽ പ്രശ്നങ്ങളാണെങ്കിൽ ആ പ്രശ്നങ്ങളുടെ പിന്നാലെ നമ്മുടെ മനസ്സ് ഓടിക്കൊണ്ടിരിക്കും. നമ്മളുടെ ഫോക്കസ് ഒരിക്കലും നമ്മുടെ വിജയത്തിലേക്ക് പോവില്ല. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചില്ല എങ്കിൽ അതിന് നമ്മൾ പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ എത്ര പേരുണ്ടാവും ഞാനീ പറയുന്നതിന് സപ്പോർട്ട് തരാൻ? കമന്റ് ബോക്സിലോട്ടൊന്ന് രേഖപ്പെടുത്തിക്കേ. എങ്ങനെയുള്ള കുടുംബമായിരിക്കണം നമ്മുടേത്? നമുക്കൊന്ന് നോക്കാം. അച്ഛനമ്മമാരും മക്കളും ഗ്രാൻഡ് പേരൻസും നമ്മുടെ ബന്ധുക്കളും വീട്ടുകാരും എല്ലാവരും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നൊരു കുടുംബം. കഴിഞ്ഞ 2 വർഷത്തോളമായി ഏകദേശം ഞാൻ മുമ്പുള്ള കുടുംബം എന്ന് പറഞ്ഞ് ഒരു പദ്ധതി രൂപീകരിച്ചു വരുന്നു. അതിലേക്ക് ധാരാളം മാതാപിതാക്കള് എത്തിച്ചേരുന്നുണ്ട്, ഒപ്പം ഇരുന്ന് മണ്ഡല വരയ്ക്കുന്നുണ്ട്. സന്തോഷത്തോടെ കുടുംബത്തിലെ മീ ടൈം, അതായത് വൈകുന്നേരമുള്ള ഫാമിലി ടൈം, ഇതെല്ലാം സന്തോഷത്തോടെ കൊണ്ടുപോകുന്നുണ്ട്. ഓരോരുത്തരും ഓരോ ദിവസവും പറയുന്ന അഭിവൃദ്ധികളുടെ റിസൾട്ട് അതെന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. വേണം നമുക്ക് തിരിച്ചു പിടിക്കണം. എവിടെയെങ്കിലും കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചു പിടിക്കണം. ഇത് ശാസ്ത്രീയമായ അപഗ്രഥനം കൂടിയുണ്ട്. നമ്മുടെ ബ്രെയിനില് അമിഗ്ദല എന്നൊരു ഭാഗമുണ്ട്. നിരന്തരമായി ക്രിറ്റിസിസം കേൾക്കുമ്പോൾ അത് ഡേഞ്ചർ സോണിലേക്കായിരിക്കും പോവുക, ഡേഞ്ചർ ആയിരിക്കും ഡിറ്റക്ട് ചെയ്യുക. അങ്ങനെയുള്ള വ്യക്തിക്ക് ഒരിക്കലും കോൺഫിഡൻസോടെ ഒരു കാര്യം ചെയ്യാനാവില്ല. കോൺഫിഡൻസോടെ ഒരു കാര്യം ചെയ്യാൻ പഠിക്കാത്ത ഒരു വ്യക്തിക്ക് ഗോളിലേക്ക് ഫോക്കസ് ചെയ്യാനാവില്ല. പലപ്പോഴും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ആയിരിക്കും മനസ്സിൽ വേദനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് അനാവശ്യമായി കുഞ്ഞുങ്ങളെ കുറ്റം പറയരുത്. കുഞ്ഞുങ്ങളെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ ആരെയും നമുക്ക് കുറ്റം പറയണ്ട. നിരന്തരം കുറ്റപ്പെടുത്തുന്ന ഒരു വീട്ടില് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും പഠിക്കാനാവില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സമയത്ത് മക്കളെയാണെങ്കിലും പങ്കാളിയെയാണെങ്കിലും മറ്റു ബന്ധുക്കളെയാണെങ്കിലും കൂട്ടുകാരെയാണെങ്കിലും അയൽക്കാരെയാണെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യണം. അതാണ് അവർക്ക് കിട്ടുന്ന പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ വിശദമായിട്ട് കമന്റ് എഴുതണം. താങ്ക് യു.